നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 7 ജില്ലകളിൽ നാളെ സമ്പൂർണ്ണ അവധി. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകം. ഗുരുവായൂരിൽ ഓൺലൈൻ പെൺവാണിഭ സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഏഴ് ജില്ലകളിൽ നാളെ സമ്പൂർണ്ണ അവധി. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഡിസംബർ 11 തീയതിയായ നാളെ പൊതു അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ ഓൺലൈൻ പെൺവാണിഭ സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. 14 ജില്ലകളിലുമായി 10,000-ഓളം പേരെ ഉൾപ്പെടുത്തി ഓൾ കേരള റിയൽ മീറ്റ് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരം സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO G അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. ഗുരുവായൂർ നെന്മിനി അമ്പാടിയിൽ അജയ് വിനോദ്, കൊടുങ്ങല്ലൂർ സ്വദേശി മരോട്ടിക്കൽ ഷോജൻ, പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് ഉടമ പൂത്താനം രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. RMS എന്ന ചുരുക്കപ്പേരിൽ 9 വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് അജയ്യുടെ ഫോണിൽ പോലീസ് കണ്ടെത്തിയത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 25,000 രൂപ മുതൽ 35,000 രൂപ വരെ ഒരു രാത്രിക്ക് വില പറഞ്ഞ് സ്ത്രീകളുടെ ഫോട്ടോ ഗ്രൂപ്പിലിടും. ആവശ്യക്കാർ ഓൺലൈൻ വഴി പണം കൈമാറിയാൽ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്കും സ്ത്രീകളെ എത്തിച്ചു നൽകും. ഈ ഗ്രൂപ്പ് 1 വർഷത്തോളമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ദിവസവും 1 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. പുലർച്ചെ പഴയ മുന്താസ് തിയേറ്ററിന് സമീപത്താണ് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടത്. പരിക്ക് മൂലം ചലിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ചികിത്സ നൽകിയ ശേഷം ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്ന് അൻസാരി അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. മണ്ഡലത്തിലെ എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് പഞ്ചായത്തുകളിലെ 234 ബൂത്തുകളിലേക്കാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. വൈകിട്ടോടെ വോട്ടെടുപ്പിനുള്ള ബൂത്തുകൾ സജ്ജമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിന് ആവേശപൂർവമായ കുട്ടിക്കലാശം. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വീടുകൾ തോറും കയറി ഓരോ വോട്ടുമുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടപ്പാച്ചിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ വോട്ടെടുപ്പാണ് വ്യാഴാഴ്ച നടക്കുന്നത്. കലാശക്കൊട്ടിന്റെ ഭാഗമായി ചൊവ്വാഴ്ച തൃപ്പയാറിൽ 3 മുന്നണികളും പ്രവർത്തകരെ പരമാവധി എത്തിച്ചാണ് കൊട്ടിക്കലാശം വർണ്ണാഭമാക്കിയത്. കളർ ബലൂണുകളും താളമേളവാദ്യങ്ങളും കൊട്ടിക്കലാശത്തിന് മാറ്റുകൂട്ടി. നാട്ടിക പഞ്ചായത്തിലെയും വലപ്പാട് പഞ്ചായത്തിലെയും 3 മുന്നണികളുടെ പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രകടനങ്ങളും സംഘടിപ്പിച്ച് മുന്നണികൾ. തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള വേദികളാക്കി മാറ്റി
താന്യം പഞ്ചായത്തിലെ പെരിങ്ങോട്ടുകര മൂന്നുംകുടിയ സെന്റർ, നാലുംകുടിയ സെന്റർ, SN നഗർ എന്നിവിടങ്ങളിലും ചാഴൂർ പഞ്ചായത്തിൽ പഴുവിൽ, ചിറക്കൽ, ആലപ്പാട്, ചാഴൂർ എന്നിവിടങ്ങളിലും അന്തിക്കാട് സെന്റർ, കാഞ്ഞാണി, തളിക്കുളം, വാടനപ്പള്ളി എന്നിവിടങ്ങളിലും മുന്നണികൾ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ശക്തി പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകരാണ് ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് ഗുരുവായൂർ നഗരസഭയിൽ. ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് അതിരപ്പള്ളിയിലാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് ഗുരുവായൂർ നഗരസഭയിലും. ഗുരുവായൂർ നഗരസഭയിലെ വാർഡ് 17 ബൂത്തിൽ 1631 വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പോളിംഗ് ബൂത്ത് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 രണ്ടാം ബൂത്തിൽ 105 വോട്ടർമാരാണ് ഉള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ അവസാന ഘട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ജില്ലയിലെ അവസാനഘട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ തൃശൂർ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ R. സുജിത്തിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളുടെയും മറ്റ് സൗകര്യങ്ങളുടെയും ക്രമീകരണങ്ങൾ വിലയിരുത്തി. പോളിംഗ് ബൂത്തിലെ സുരക്ഷാ ക്രമീകരണം, വെബ്കാസ്റ്റിംഗ്, ഗ്രീൻ പ്രോട്ടോകോൾ, പോസ്റ്റൽ ബാലറ്റ് എന്നിവയുടെ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ക്രമീകരണങ്ങളും യോഗത്തിൽ വിലയിരുത്തി. വോട്ടിംഗ് മെഷീനുകളും പോളിംഗ് സാമഗ്രികളും ഡിസംബർ 10 രാവിലെ 9:30 മുതൽ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് കൈമാറും. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരായ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, B. കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ADMT മുരളി, ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ K. കൃഷ്ണകുമാർ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർമാർ, വിവിധ നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ തൃശൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിൽ സ്ലിപ്പ് വിതരണവും അവസാനവട്ട ഓട്ടപ്രദക്ഷിണവുമായി നേതാക്കളും പ്രവർത്തകരും തിരക്കിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താം. തൃശൂർ ജില്ലയിൽ ആകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2204 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 7208 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വാതിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ മണിക്കൂറുകളോളം തലകുടുങ്ങിക്കിടന്ന മരണത്തോട് മല്ലിട്ട തെരുവ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പാലൂർ മോസ്കോ നഗറിൽ കാരക്കായിൽ ആസിഫിന്റെ വീട്ടുവളപ്പിലെ വാതിലിലാണ് നായക്കുട്ടി കുടുങ്ങിയത്. ചൊവ്വാഴ്ച രാത്രി കരച്ചിൽ കേട്ടെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. ഏറെ നേരം പാടുപെട്ടിട്ടും നായക്കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല. വീട്ടുകാർ ഭക്ഷണവും വെള്ളവും നൽകിയെങ്കിലും നായക്കുട്ടി കഴിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വീട്ടുകാർ ഫയർഫോഴ്സിന് വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി കമ്പി മുറിച്ചു മാറ്റിയാണ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ആവേശഭരിതമായി ആഘോഷിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന കൊട്ടിക്കലാശം ആവേശമായി. കോർപ്പറേഷൻ പരിധിയിലെ കലാശക്കൊട്ട് സ്വരാജ് റൗണ്ടിലാണ് നടന്നത്. ഇതോടൊപ്പം പ്രാദേശിക തലത്തിലും കലാശക്കൊട്ട് നടന്നു. തെക്കേ ഗോപുര നടയ്ക്കു സമീപം MO റോഡിലാണ് LDFന്റെ പ്രചാരണ കലാശക്കൊട്ട് നടന്നത്. ജോസ് തിയേറ്ററിന് മുന്നിലാണ് UDFന്റെ കലാശക്കൊട്ട് നടന്നത്. NDAയുടെ പ്രചരണ സമാപനം രാഗം തിയേറ്ററിന് സമീപവുമാണ് നടന്നത്. മുന്നണികളും മണികളും ആവേശത്തോടെയാണ് മണിക്കൂറുകൾ നീണ്ട കലാശക്കൊട്ടിൽ അണിനിരന്നത്. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ വർണ്ണക്കാവടികളും വർണ്ണ ബലൂണുകളും വലിയ കൊടിത്തോരണങ്ങളും വാദ്യമേളങ്ങളും വയറൻ പുലികളുമെല്ലാം കലാശക്കൊട്ടിന് ആവേശം പകർന്നു. കുട്ടിക്കലാശത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 1 മാസത്തോളം നീണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ആരവങ്ങൾക്കുമാണ് കുട്ടിക്കലാശത്തോടെ പരിസമാപ്തിയായത്. കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിക്ക് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റു. എറിയാട് പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി EV വേണുവിനാണ് പരിക്കേറ്റത്. മഞ്ഞളിപ്പള്ളി പരിസരത്തായിരുന്നു അപകടം. വോട്ടർ സ്ലിപ്പ് വിതരണത്തിനായി പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിയുകയായിരുന്നു. അപകടത്തിൽ വേണുവിന്റെ ബന്ധു റിനീഷിനും പരിക്കേറ്റു. ചെറുതുരുത്തിയിൽ യുവതിയെ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമപ്പുരം സ്വദേശി 19 വയസ്സുള്ള റുഫൈദയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7 ജില്ലകളിൽ നാളെ സമ്പൂർണ്ണ അവധി. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകം.
ഗുരുവായൂരിൽ ഓൺലൈൻ പെൺവാണിഭ സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. മതിലകത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കണ്ടെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കയ്പമംഗലം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.